ഹലോ, ഇറ്റ്സ് സ്റ്റോറി ടൈം. എൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റൊക്കെ കാണുന്നവർക്ക് കുറച്ചൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ആയിരിക്കും അല്ലേ ഇവർ. മുർഷി, ഹനൻ സ്കൂൾ തൊട്ട് എൻ്റെ കൂടെ കൂടിയവരാണേ. ഈ കഥയിൽ ഇപ്പോൾ മുർഷി മാത്രമേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങളിവിടെ ബാംഗ്ലൂരിൽ ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഒരേ അപ്പാർട്ട്മെൻറ്റിൽ 2 നിലയിൽ. സാധാരണ വീക്കെൻഡ്സ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് പുറത്തേക്ക് ഇറങ്ങാറ്. ഇടയ്ക്ക് വല്ലപ്പോഴും ഞങ്ങൾക്ക് മാത്രമായിട്ട് സമയം വേണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ രണ്ടും മാത്രം ഇറങ്ങാറുണ്ട്. ഇത്തവണ നല്ലൊരു വീക്കെൻഡ് കിട്ടിയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പ്ലാൻ ഇട്ടു. എങ്ങോട്ട് പോകണമെന്നുള്ള ചർച്ച ചെന്നെത്തിയത് ഇൻസ്റ്റഗ്രാം സേവ് ലിസ്റ്റിലേക്ക് തന്നെയായിരുന്നു. അവസാനം തീരുമാനമായത് മഗ്നോലിയ ബേക്കറി. അവിടുത്തെ ട്രഷ്ലെച്ചസ് കേക്ക് കുറച്ച് നാളായിട്ട് സേവ് ലിസ്റ്റിൽ കിടപ്പുണ്ടേ. ഞങ്ങളുടെ അവിടുന്ന് ഏറ്റവും അടുത്തുള്ള മഗ്നോലിയ ബേക്കറി ഒരു 5-6 കിലോമീറ്റർ ദൂരമുള്ളൂ. പക്ഷെ ഞങ്ങൾ പോയത് ഒരു 10-20 കിലോമീറ്റർ മാറിയുള്ള ഫോറം മോളിലുള്ള മഗ്നോലിയ ബേക്കറിയിലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ബാംഗ്ലൂർ വന്നിട്ട് ഇത്രയും നാളായിട്ടും മുർഷി ഇതുവരെ മെട്രോയിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു മെട്രോ കയറിയിട്ട് എത്താൻ പറ്റുന്ന ഏതെങ്കിലും ഡിസ്റ്റൻസിലുള്ള സ്ഥലത്തേക്ക് പോകാമെന്ന്. ഞങ്ങളുടെ ഏരിയയിൽ മെട്രോ കണക്ടിവിറ്റി വന്നിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ വരുന്നത് 8-9 കിലോമീറ്റർ മാറിയിട്ടുള്ള ജയനഗർ മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ വരെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചു പോയി. എന്നിട്ട് അവിടുന്ന് മെട്രോ കയറി കൊണലകൊണ്ടെ ക്രൂസ്, അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നുന്നു, അവിടെ ഇറങ്ങി. അവിടെ ഹാർഡ്ലി ഒരു 1 മിനിറ്റ് വാക്ക്, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഫോറം മോളിലെത്തി. സമയം ഒരു 2:30 കഴിഞ്ഞത് കൊണ്ടാണോ അതോ മഗ്നോലിയ ബേക്കറി ലക്ഷ്യം വെച്ച് വന്നതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. ഒന്ന് ഫ്രഷായി നേരെ ബേക്കറി കയറി. ഞങ്ങൾ അവിടുന്ന് ഒരു ട്രഷ്ലെച്ചസും ബനാന പുഡിങ്ങും ഓരോ കോഫിയും ഓർഡർ ചെയ്തിട്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു. ദോഷം പറയണതല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ മാത്രമായിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ വിഷയത്തിന് ഒരു പഞ്ഞുമില്ല. അതിപ്പോൾ എൻ്റെ കാര്യം അവളുടെ കാര്യം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കഴിഞ്ഞ 16 വർഷങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് തമ്മിൽ അറിയാത്ത കഥകൾ ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ ഒരിക്കലും കാണാത്ത, ഇനി കാണുമെന്ന് പോലും അറിയാത്ത എത്രയോ കഥാപാത്രങ്ങളെ അവളുടെ കഥയിലൂടെ എനിക്കറിയാം. തിരിച്ച് അവൾക്കും അങ്ങനെ തന്നെ. ഞങ്ങൾക്കിടയിലുള്ള കണക്ഷൻ പല കാലഘട്ടത്തിലും പല രീതിയിലാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഹൈസ്കൂളിൽ ഞങ്ങൾ പരിചയപ്പെടുമ്പോൾ എൻ്റെ ഓർമ്മയിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റും കരച്ചിലും ഒക്കെ നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ബന്ധം. അവിടെ ഞങ്ങൾ ഹയർ സെക്കൻഡറിയിലൊക്കെ എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ മെച്യൂറുമായി. ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് സ്കൂളിംഗ് ആണ് ഞാൻ ഈ റിലേഷൻഷിപ്പ് ഏറ്റവും അധികം ചെറിഷ് ചെയ്യണത്. പരസ്പരം എന്നും കാണുമോ ഫോൺ ചെയ്യോ ഒന്നുമില്ലെങ്കിലും ഒരാവശ്യം വന്നാൽ ഒരു വിളിപ്പുറത്ത് എന്നും അവിടെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ടഫ് ടൈംസിലാവണമെന്നില്ല കേട്ടോ, ഹാപ്പി ആയിരിക്കുമ്പോഴാണെങ്കിലും. There is something truly beautiful about a woman who empowers another without competition, without conditions. ശരിയല്ലേ? പ്രത്യേകിച്ച് സ്റ്റോറി ലൈൻ ഒന്നുമില്ലാതെ ഷൂട്ട് ചെയ്ത് കുറച്ച് ക്ലിപ്സ് വെച്ച് ഈ റീൽ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന എനിക്ക് പറയണം തോന്നിയ കാര്യങ്ങളാണിത്. ഇത് കാണുന്ന അവളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, താങ്ക് യു മുർഷി ഫോർ ബീയിങ് ഇൻ മൈ ലൈഫ് ആൻഡ് ഫോർ ഓൾവേസ് ബീങ് മൈ സൈഡ്.